ായി പൂർവികർ ചെയ്തു വെച്ച അനുഷ്ഠാന കർമ്മങ്ങളും ദ്രാവിഡ കലകളും ദ്രാവിഡ പൂജകളും എല്ലാമാണ് ഈ കാവിൽ നിത്യവും നടക്കുന്നത്. ഇന്നലെ രാത്രിയാമങ്ങളിൽ പ്രകൃതിയെ നമസ്കരിച്ചുകൊണ്ട് പൂർവിക ആചാരപ്രകാരം പ്രകൃതി സത്യങ്ങൾക്ക് ഊട്ടും പൂജകളും അർപ്പിക്കുന്ന ആഴിപൂജയും വെള്ളംകുടി നിവേദ്യവും ആദി ദ്രാവിഡ നാഗഗോത്രജനങ്ങളുടെ ആചാരങ്ങളിൽ അനുഷ്ഠിതമായ കലകളും കലാരൂപങ്ങളുമായ കുമ്പപ്പാട്ട്, തലയാട്ടക്കളി, ഭാരതക്കളി, പടയണിക്കളി തുടങ്ങിയ അനുഷ്ഠാന കർമ്മങ്ങളും കലകളും കലാരൂപങ്ങളും എല്ലാം കൊട്ടിപ്പാടുകയും കെട്ടിയാടുകയും ചെയ്ത തിരുസന്നിധാനത്ത് പ്രകൃതി സത്യങ്ങളെല്ലാം ഉണർന്നു നിന്നുകൊണ്ട് അനുഗ്രഹവർഷം ചൊരിഞ്ഞിരിക്കുന്ന ഈ ശിവമുഹൂർത്തത്തിൽ നൂറ്റാണ്ടുകളായി ചെയ്തു വെച്ചേക്കുന്ന ആഴിവർണ്ണ പൂജയ്ക്കുള്ള ശുഭമുഹൂർത്തം കടന്നു വരികയാണ്. ഹവസ് അർപ്പിച്ചുകൊണ്ട് എല്ലാ മാനവർക്കും വന്നു നിൽക്കുന്നവർക്കും ഐശ്വര്യങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. കാവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഴമകളും വിശ്വാസങ്ങളും നിലനിർത്തിക്കൊണ്ട് ഒരു വാക്ക് സംസാരിക്കാൻ വേണ്ടി കാവിൻ്റെ ആരാധന സെക്രട്ടറി സലീംകുമാർ അവരുടെ കല്ലേലി ഊരാളിയപ്പൂവിൻ്റെയും പ്രകൃതി ശക്തികളുടെയും തിരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കല്ലേലി ഊരാളിയപ്പൂവിൻ്റെ തിരുനാമം ലോകമെങ്ങും വിജയിക്കട്ടെ. ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ സ്തുതി. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനമായിട്ടുള്ള ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ കാവിൻ്റെ മുഖ്യ ഊരാളി ശാസ്ത്രൻ ഊരാളി, കാവിൻ്റെ ഊരാളിമാരായിട്ടുള്ള ശ്രീ വിനു ഊരാളി, ശ്രീ രാജു ഊരാളി, കല്ലേലി ഊരാളിയപ്പൂപ്പൻ കാവിൻ്റെ ഭരണസമിതിയുടെ ആരാധനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി ശാന്തകുമാർ, കാവിലെ ഉപ ഊരാളിമാർ, കാവിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചുമതല വഹിക്കുന്ന ശ്രീ സാബു കുറുമ്പാര, കാവിൻ്റെ PRO മീഡിയ മാനേജർ ശ്രീ ജയൻ ഗോപി, ഇന്ന് ഏറ്റവും ശേഷമായിട്ടുള്ള അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ കടന്നുകൊണ്ടുള്ള ഏറെ പ്രിയപ്പെട്ട ഊരാളിയപ്പൂപ്പൻ്റെ ഭക്തജനങ്ങൾ, വിശ്വാസികൾ എല്ലാവർക്കും ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ കാവ് ഭരണസമിതിയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം അറിയിക്കുക. പഴമ കൊണ്ടും വിശ്വാസം കൊണ്ടും ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും നാനാജാതി ഭക്തജന സഹസ്രങ്ങൾക്ക് ഒന്നുപോലെ ആശ്രയമേകുന്ന ചരിത്ര പ്രാധാന്യമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാവാണ് ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ കാവ്. ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ കാവിലെ ശക്തി ചൈതന്യം ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പനാണ്. ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ 999 മലകൾക്കധിപനാണ്, പ്രപഞ്ചശക്തിയാണ്, 30 കോടി ദേവഗണങ്ങൾക്കധിപനാണ്, പ്രകൃതീശ്വരനാണ്, മലദൈവമാണ്, താമ്പൂലപ്രിയനാണ്. ഊരാളിയപ്പൂപ്പൻ്റെ പൗത്രമായ തിരുസന്നിധിയിൽ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി കടന്നു വരുന്ന ഭക്തജനങ്ങൾ ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പന് സമർപ്പിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അപ്പൂപ്പൻ്റെ വഴിപാട് എന്ന് പറയുന്നത് താമ്പൂല സമർപ്പണമാണ്. വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും പുകയിലയും കല്ലും കരിക്കും ഊരാളിയപ്പൂപ്പൻ്റെ പൗത്രമായിട്ടുള്ള തിരുക്കളരി സമർപ്പിച്ച് ഊരാളി ശേഷന്മാർ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് 999 മലയെ സങ്കല്പിച്ച് കരിക്കുടച്ചാണ് സർവ്വവിധമായ ദോഷദുരിതങ്ങൾ ഭക്തജനങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തജനങ്ങളാണ് അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുന്നത്. 24 മണിക്കൂറും ദർശനമുള്ള അപ്പൂപ്പൻ തിരുസന്നിധിയിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ വ്യത്യാസമില്ലാതെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിദേശ രാജ്യങ്ങളടക്കം ഭക്തജനങ്ങൾ കടന്നു വരുന്നത് അപ്പൂപ്പൻ്റെ തിരുസന്നിധി വന്ന് നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ്റെയും കല്ലേലി അമ്മൂമ്മയുടെയും 999 മലദൈവങ്ങളുടെയും അനുഗ്രഹത്താൽ അതെല്ലാം അപ്പൂപ്പൻ സാധിച്ചെടുക്കുന്ന വിശ്വാസമാണ് നിലനിൽക്കുന്നത്. ആ വിശ്വാസത്തിൽ അടിയുറച്ചാണ് ഓരോ പൂജകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടന്നു വരുന്നത്. ആദി ദ്രാവിഡ നാഗഗോത്ര ജനതയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടർന്നുകൊണ്ട് കൗളശാസ്ത്ര വിധിപ്രകാരമുള്ള പൂജകളും പൂജാവിധികളുമാണ് അപ്പൂപ്പൻ്റെ തിരുസന്നിധി നടക്കുന്നത്. പ്രഭാതത്തിൽ ഊരാളി ശേഷന്മാർ മലയുണർത്തി കാവ് ആചാരങ്ങളോടെ പ്രകൃതിയെ നമസ്കരിച്ചുകൊണ്ട് പ്രകൃതിക്ക് കൂട്ടും പൂജയും കൊടുത്തുകൊണ്ട് പ്രകൃതി സംരക്ഷണ പൂജ അടക്കം ചെയ്തുകൊണ്ട് സർവ്വചരാചരങ്ങൾക്കും മാനവകുലത്തിനും സർവ്വവിധമായ ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇവിടെ നടക്കുന്ന ഓരോ പൂജകളും ആചാരങ്ങളും സമർപ്പിക്കുന്നത്. പ്രഭാതത്തിൽ അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ നിരവധി അപ്പൂപ്പൻ്റെ ഉപദൈവങ്ങൾക്കുള്ള വിശേഷാൽ പൂജകൾ സമർപ്പിക്കും. അതിനുശേഷം അപ്പൂപ്പൻ്റെ പൗത്രമായ തിരുസന്നിധിയിൽ വാടനയൂട്ട് സമർപ്പിക്കും. അച്ചൻകോവിൽ പുണ്യനദിയിൽ മീനൂട്ട് സമർപ്പിക്കും. അതിനുശേഷം പ്രഭാതത്തിൽ 9 മണിക്ക് ശേഷമാണ് കല്ലേലി അമ്മയ്ക്കും അപ്പൂപ്പനുള്ള പ്രഭാത പൂജ സമർപ്പിക്കുന്നത്. അതിനുശേഷം അന്നദാന വഴിപാട് ആരംഭിക്കും. എല്ലാ ദിവസവും അന്നദാന വഴിപാട് നടന്നു വരുന്ന കാവാണ് അപ്പൂപ്പൻ്റെ തിരുസന്നിധി. ശ്രീ കല്ലേലി അപ്പൂപ്പൻ അന്നദാന പ്രഭുവായതുകൊണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ അന്നദാനം നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്കാണ് ഊട്ടുപൂജ സമർപ്പിക്കുന്നത്. അതിനുശേഷം വൈകിട്ട് 6:30 ദീപാരാധനയും ദീപക്കാഴ്ചയും ദീപനമസ്കാരവുമാണ് സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ പൂജകളും മലയാള മാസം 1-ാം തീയതി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ നഭാഭിഷേക പൂജ സമർപ്പിക്കും. അപ്പൂപ്പൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മലയുടെ പ്രതീകമായിട്ടുള്ള സ്വർണ്ണ മലക്കൊടിയുടെ നിലവറയാണ് കാണുന്നത്. നിലവറയ്ക്കുള്ളിൽ എല്ലാ മലയാള മാസം 1-ാം തീയതി അപ്പൂപ്പൻ്റെ സ്വർണ്ണ മലക്കൊടി ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് വേണ്ടി തുറന്നു കൊടുക്കും. സ്വർണ്ണ മലക്കൊടി പൂജയുണ്ട്, മലവില്ല് പൂജയുണ്ട്. അതോടൊപ്പം തന്നെ അപ്പൂപ്പൻ്റെ പൗത്രമായ തിരുസന്നിധിയിൽ കടന്നു വരുന്ന 41 തൃപ്പടികളാണ്. 999 മലയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള 41 മലദൈവങ്ങളെയാണ് തൃപ്പടികളിൽ കൂടിയിരിച്ചിട്ടുള്ളത്. ആ തൃപ്പടികളിൽ 41 മലദൈവങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും വൈകിട്ട് തൃപ്പടി പൂജ സമർപ്പിക്കും. അതോടൊപ്പം അപ്പൂപ്പൻ തിരുസന്നിധിയിലുള്ള നിരവധി ഉഗ്രമൂർത്തികൾക്ക് ഓരോ മാസവും വിശേഷാൽ പൂജകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടന്നു വരികയാണ്. ഇന്നത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പൂജയ്ക്കാണ് നാം എല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. ആഴിവർണ്ണ സ്വാമിയെ പൂജിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആഴിപൂജയാണ് സമർപ്പിക്കാൻ പോകുന്നത്. അപ്പൂപ്പൻ്റെ പൗത്രമായ തിരുസന്നിധിയിൽ ഒരു മണ്ഡലകാലം സമാപിച്ചിരിക്കുകയാണ്.
ഒരു മണ്ഡലകാലം എന്ന് പറയുമ്പോൾ മലദേവങ്ങളെ പ്രീതിപ്പെടുന്നതാണ് മണ്ഡലകാലം. നമുക്കറിയാം ശബരിമല ധർമ്മശാസ്താവും ശ്രീ കല്ലേലി ഊരാളിയപ്പനും മച്ചങ്കോട് ധർമ്മശാസ്താവും ഒക്കെ മലദൈവങ്ങളാണ്. അപ്പോൾ മലദൈവങ്ങളെ പ്രീതിക്ക് വേണ്ടിയാണ് ഒരു മണ്ഡലകാലം സമുചിതമായി ആരംഭിക്കുന്നത്. ആ മണ്ഡലകാലത്തിൻ്റെ സമാപ്തി കുറിച്ചുകൊണ്ട് ശബരിമലയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മകരവിളക്ക് തെളിയും. ആ മകരവിളക്ക് തെളിഞ്ഞതിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവിടുത്തെ നടയടച്ചുകൊണ്ട് മഹാഗുരുതി സമർപ്പിക്കും. ആ മഹാഗുരുതിക്ക് ശേഷം 999 മലവില്ലന്മാരും മൂർത്തിഗണങ്ങളെയൊക്കെ അടക്കി ഭരിക്കുന്നത് ശ്രീ കല്ലേലി ഊരാളിയപ്പനാണ്. 999 മലകൾക്ക് അധിപനാണ് ശ്രീ കല്ലേലി ഊരാളിയപ്പൻ. അപ്പോൾ കല്ലേലി ഊരാളിയപ്പൻ്റെ തിരുസന്നിധിയിലാണ് 999 മലവില്ലന്മാരും മൂർത്തിഗണങ്ങളും ഒക്കെ ഈ കല്ലേലി മണ്ണിലാണ് കുടികൊള്ളുന്നത്. അപ്പോൾ മണ്ഡലകാലത്ത് ശബരിമല ധർമ്മശാസ്താവിൻ്റെ തിരുസന്നിധിയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവമായി പോയിട്ടുള്ള അവിടുത്തെ പൂജകളുമായി പോയിട്ടുള്ള എല്ലാ മൂർത്തിഗണങ്ങളും മലദേവങ്ങളും അവിടുത്തെ മഹാഗുരുതിക്ക് ശേഷം കല്ലേലിയപ്പൻ്റെ തിരുസന്നിധിയിലേക്ക്, അതായത് ഈ കല്ലേലി മണ്ണിലേക്ക് വരുമ്പോൾ ആ മലദേവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വെള്ളംകുടി മകരമാസം 7-ാം തീയതിയാണ് നടക്കുന്നത്. ഇന്നലെ രാത്രിയാമങ്ങളിൽ അപ്പൂപ്പൻ്റെ പൗത്രമായിട്ടുള്ള തിരുക്കളരിയിൽ 101 നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് വെള്ളിപ്പരമ്പ് നിവർത്തി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മലവാഴയും പുന്നയിലയും തേക്കിലയും നാക്കിലയും അങ്ങനെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാട്ട് വിഭവങ്ങളായിട്ടുള്ള കാട്ടലുകളെ നിർത്തിക്കൊണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ചുട്ടും വറുത്തും പൊടിച്ചും വെച്ചുകൊണ്ട് വറപൊടി, അതോടൊപ്പം തന്നെ ചുടുവർഗ്ഗങ്ങൾ, ചെണ്ട്, തെരളി, മുളേരി, അതോടൊപ്പം തന്നെ പഴവർഗ്ഗങ്ങൾ, കള്ള്, കരിക്ക്, കലശം അടക്കമുള്ള നിരവധി പൂജാദ്രവ്യങ്ങളും അപ്പൂപ്പൻ്റെ പൗത്രമായ തിരുക്കളരി സമർപ്പിച്ചുകൊണ്ട് വെള്ളം കൂടി ഇന്നലെ രാത്രിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അപ്പൂപ്പൻ്റെ പൗത്രമായ തിരുസന്ധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കുംഭപ്പാട്ട് ശ്രീ കല്ലേലി ഊരാളിയപ്പൻ്റെ ചരിത്രം വാഴ്ത്തി സ്തുതിക്കുന്ന കുംഭപ്പാട്ട് അപ്പൂപ്പൻ്റെ തിരുസന്ധി ഇന്നലെ രാത്രിയാമങ്ങളിൽ നടത്തി. അതോടൊപ്പം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാരതക്കളി, ഭാരതാമ്പയുടെ വിരുമാറി രൂപം കൊണ്ട ഭാരതക്കളി അപ്പൂപ്പൻ്റെ തിരുസന്ധിയിൽ സമർപ്പിച്ചു. പടയലിക്കളി സമർപ്പിച്ചു, തലയാട്ടം കളി സമർപ്പിച്ചു. ഇതൊക്കെ പൂർവീയ ആചാരങ്ങൾ. പണ്ട് പുരാതന കാലത്ത് മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയിരിക്കുന്ന ഒരു ജനത മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മലദൈവങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വെള്ളംകുടിയും അതോടൊപ്പം തന്നെയുള്ള കലകളും കലാരൂപങ്ങളും ഒക്കെ അപ്പൂപ്പൻ്റെ തിരുസന്ധിയിൽ ഇന്നലെ സമർപ്പിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ വനത്തിൽ നിന്ന് 27 കൂട്ടം വിറകുകൾ സമാഹരിച്ചുകൊണ്ട് ഈ ആഴി ഇന്നലെ അപ്പൂപ്പൻ്റെ വൈകിട്ട് 7:30 അപ്പൂപ്പൻ്റെ പൗത്രമായ തിരുസന്ധിയിൽ ഈ ആഴിക്ക് ജീവൻ പകർന്നു. അതിനുശേഷം ആഴിപൂജയാണ്. ആഴിവർണ്ണ സ്വാമിക്ക് പൂജ സമർപ്പിച്ചുകൊണ്ട് സർവ്വദോഷ ദുരിതങ്ങൾ മാറിക്കൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും സർവ്വവിധമായിട്ടുള്ള നമ്മുടെ അഗ്നിയിലാണ് എല്ലാം ഹോമിക്കുന്നത്. നമ്മുടെ സർവ്വവിധമായ ദോഷങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ഏതൊക്കെ രീതിയിലുള്ള ആഭിചാര ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ നമ്മൾ കടന്നുകൂടിയിട്ട് അതൊക്കെ ഈ അഗ്നിയിലാണ് ശമിക്കുക. അഗ്നിയിൽ ശമിക്കാത്തതൊന്നും തന്നെ ഇല്ല. അപ്പോൾ അഗ്നിയിൽ ആഴിവർണ്ണ സ്വാമിയിലേക്ക് നമ്മളിതെല്ലാം സമർപ്പിക്കുക. അപ്പോൾ ഒരു വർഷത്തെ പുണ്യമാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് സർവ്വദോഷ ദുരിതങ്ങളും ഈ ഒരു പുതുവർഷമാണ്. ഈ പുതുവർഷത്തിൽ സർവ്വദോഷ ദുരിതങ്ങളും നമ്മൾ അഗ്നിയിൽ സമർപ്പിച്ചുകൊണ്ട് അഗ്നിദേവന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഈ പൂജകൾ സമർപ്പിക്കുന്നത്. കഴിഞ്ഞ മകരമാസം 1-ാം തീയതി അപ്പൂപ്പൻ്റെ പൗത്രമായ തിരുസന്നിധിയിൽ ഇവിടെ കളരി വിളക്ക് തെളിയിച്ചു. ആ കളരി വിളക്ക് തെളിയിച്ചുകൊണ്ട് 1 മുതൽ 7 ദിവസം വരെ രാവിലെയും വൈകിട്ടും വിശേഷാൽ ആഴിവർണ്ണ സ്വാമിക്ക് ഇവിടെ വൈകിട്ട് പൂജ സമർപ്പിച്ചതിന് ശേഷമാണ് ഇന്നലെ ആഴിക്ക് ദീപം പകർന്നത്. അതിനുശേഷം ഏറ്റവും ശേഷമുള്ള ആഴിപൂജയാണ് സമർപ്പിക്കാൻ പോകുന്നത്. അപ്പൂപ്പൻ്റെ പൗത്രമായ തിരുസന്നിധിയിൽ പ്രകൃതി വിഭവങ്ങളാണ് ഇതിൽ സമർപ്പിക്കുന്നത്. ഇതിൽ സമർപ്പിച്ചുകൊണ്ട് സർവ്വജരാചരങ്ങൾക്കും മാനവകുലത്തിനും സർവ്വവിധമായ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി സർവ്വദോഷ ദുരിതങ്ങളും ഈ അഗ്നിയിൽ ശമിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും മാനവകുലത്തിനും സർവ്വജരാചരങ്ങൾക്കും എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആഴി സമർപ്പണം, ആഴിപൂജയാണ് സമർപ്പിക്കാൻ പോകുന്നത്. ഈ പൂജയുടെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ഭക്തജനങ്ങളും ശ്രീ കല്ലേലി ഊരാളിയപ്പനെയും കല്ലേലി അമ്മൂമ്മയും 999 മലദൈവങ്ങളെയും സ്തുതിച്ചുകൊണ്ട് ആഴിവർണ്ണ സ്വാമിയെ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ സർവ്വവിധമായ ദോഷങ്ങളും ഈ അഗ്നിയിൽ ശമിക്കുമെന്നാണ് നമ്മുടെ പൂർവികന്മാർ പകർന്നു നൽകിയിട്ടുള്ളത്. ആ പൂർവിക ആചാരപ്രകാരം ഇവിടുത്തെ പൂജകളും ആചാരങ്ങളും സമർപ്പിക്കുന്ന ഊരാളി ശേഷന്മാരാണ്. ഊരാളി എന്ന് പറയുമ്പോൾ ഊരാളുന്നതാണ് ഊരാളി. അതായത് പണ്ട് പുരാതന കാലത്ത് മലയെ അടക്കി ഭരിച്ച മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തി മലയെ വാഴ്ത്തിയ ഒരു സമൂഹമാണ് ഊരാളി സമൂഹം. ആ ഊരാളി സമൂഹമാണ് ഇവിടുത്തെ പൂജകളും ആചാരങ്ങളും ഒക്കെ സമർപ്പിക്കുന്നത്. എല്ലാ പൂജകളും പ്രകൃതി ദ്രാവിഡ ആചാരപ്രകാരമാണ്, തൗളശാസ്ത്ര പ്രകാരമാണ്. തൗളചാരം എന്ന് പറയുമ്പോൾ സത്യവും ധർമ്മവും നീതിയുമാണ് ഇവിടെ പരിപാലിക്കുന്നത്. ആ സത്യവും ധർമ്മവും നീതിയും പരിപാലിച്ചുകൊണ്ടാണ് പൂജകൾ സമർപ്പിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പൂജ ആഴിപൂജ, ആഴിവർണ്ണ സ്വാമിയെ കുറിച്ച് വാഴ്ത്തി ആഴിവർണ്ണ സ്വാമിയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകാൻ വേണ്ടി പൂജയാണ് സമർപ്പിക്കുന്നത്. ഈ പൂജ സമർപ്പിക്കുന്നതിന് വേണ്ടി കാവിന്റെ മുഖ്യ ഊരാളി ഭാസ്കര ഊരാളിയും അതോടൊപ്പം തന്നെ വിനീത് ഊരാളി അടക്കമുള്ള രാജു ഊരാളി അടക്കമുള്ള ഊരാളി ശേഷന്മാരെയും ഉപ ഊരാളിമാരെയും ഭക്തി ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ കല്ലേലി ഊരാളിയപ്പൻ്റെയും കല്ലേലി അമ്മൂമ്മയുടെയും 999 മലദൈവങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തിരുവുള്ളാൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കല്ലേലി ഊരാളിയപ്പൻ്റെ തിരുനാമം വിജയിക്കട്ടെ.